ക്യാൻസർ മരുന്നുകൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്ന കാരുണ്യസ്പർശം പദ്ധതി സംസ്ഥാനത്ത് ആരംഭിച്ചു. 14 ജില്ലയിലും കാരുണ്യസ്പർശം കൗണ്ടറുകൾ പ്രവർത്തിപ്പിച്ചാണ് പദ്ധതിയുടെ തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സീറോ പ്രോഫിറ്റിനായി കമ്പനി വിലയ്ക്ക് മരുന്ന് ലഭ്യമാക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ക്യാൻസർ രോഗത്തിനുള്ള 247 മരുന്നുകൾ. ഇനി ഇവയെല്ലാം ലാഭരഹിതമായി സംസ്ഥാനത്തെ 14 ജില്ലകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട കാരുണ്യ ഫാർമസി സെന്ററുകളിൽ കൂടി സാധാരണക്കാർക്ക് ലഭ്യമാകും. കാരുണ്യസ്പർശം പദ്ധതി വഴിയുള്ള ക്യാൻസർ മരുന്നുകൾ പ്രത്യേക കൗണ്ടർ വഴിയാണ് വിതരണം ചെയ്യുന്നത്. സംസ്ഥാനത്തെ ക്യാൻസർ മരുന്ന് വിപണിയിൽ കേരള സർക്കാർ നിർണായക ഇടപെടലാണ് നടത്തുന്നതെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തിനാകെ മാതൃകയാകുന്ന ഒരു ചുവടുവെപ്പായി ഇത് മാറുമെന്ന പ്രതീക്ഷ പങ്കുവെക്കട്ടെ. അർബുദ ചികിത്സക്കുള്ള വില കൂടിയ മരുന്നുകൾ ഇടനിലക്കാരില്ലാതെ രോഗികൾക്ക് ലഭ്യമാകുമെന്നതാണ് ഇതിന്റെ സവിശേഷത. 2% സേവന ചെലവ് മാത്രം ഈടാക്കിക്കൊണ്ടും കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഇരിക്കുന്ന ലാഭം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുമാകും ഈ കൗണ്ടറുകൾ പ്രവർത്തിക്കുക. ഇന്ത്യയിലെ വിവിധ ബ്രാൻഡഡ് കമ്പനികളുടെ 7000-ഓളം മരുന്നുകളാണ് വില കുറച്ച് നൽകുന്നവയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ ലഭ്യമാക്കുന്നതിലൂടെ രോഗികളുടെ ചികിത്സാ ചെലവ് കുറയ്ക്കുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. ഇവിടെ 247ഓളം മരുന്നുകൾ, അത് ഒരു ലാഭവുമില്ലാതെ ലാഭരഹിതമായി, പൂർണ്ണമായിട്ട് ലാഭരഹിതമായി നമ്മുടെ കാരുണ്യ ഫാർമസിയുടെ കൗണ്ടറുകളിൽ നിന്ന് ലഭിക്കുകയാണ്. കാരുണ്യ സ്പർശം കൗണ്ടറുകളിൽ നിന്ന് ലഭിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 14 ജില്ലകളിൽ 14 കാരുണ്യ ഫാർമസികൾ, അത് ഏതൊക്കെ കാരുണ്യ ഫാർമസികളാണ് എന്നുള്ളത് ഇതിനോടകം തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ ഈ കാരുണ്യ ഫാർമസി കൗണ്ടറിൽ നിന്നാണത് ലഭ്യമാകുക. അതോടൊപ്പം തന്നെ അത് അർഹമായിട്ടുള്ള വ്യക്തിക്ക് ലഭിക്കുന്നു എന്നുള്ളത്. അതിനുവേണ്ടി പ്രിസ്ക്രിപ്ഷൻ, ഏറ്റവും പുതിയ പ്രിസ്ക്രിപ്ഷൻ വേണം. ആ പ്രിസ്ക്രിപ്ഷനിലായിരിക്കും സീൽ ചെയ്ത് കൊടുക്കുക. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്നു. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി കൂടിയാണ് ക്യാൻസർ ചികിത്സാ രംഗത്ത് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പുതിയ പദ്ധതി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.